നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 14 ബുധൻ. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ആദംപൂർ വ്യോമതാവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളൊന്നും നശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ സ്ഥാനം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഞങ്ങളുടെ മണ്ണിൽ ഭീകരത തുടർന്നാൽ നിങ്ങളെ നശിപ്പിക്കും. പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ സൈനിക മേധാവികളുടെ യോഗം ചേർന്ന് അതിർത്തിയിലെ സ്ഥിതി വിലയിരുത്തി. സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുവെങ്കിലും ഏതു തരത്തിലുള്ള പ്രകോപനത്തിനും ശക്തമായ തിരിച്ചടി നൽകണമെന്ന നിർദ്ദേശം മന്ത്രി നൽകിയിട്ടുണ്ട്. ജമ്മു കശ്മീരിലെ ഷോപിയാനിൽ 3 ലഷ്കർ-ഇ-തയ്യബ ഭീകരരെ സുരക്ഷാസേന വധിച്ചു. ദക്ഷിണ കശ്മീരിലെ ശുക്രു കെല്ലർ മേഖലയിൽ ഇന്നലെ പുലർച്ചെ നടന്ന ഓപ്പറേഷൻ കെല്ലർ ദൗത്യത്തിൽ ലഷ്കർ കമാൻഡറും പല ഭീകരാക്രമണ കേസുകളിൽ പ്രതിയുമായ ഷാഹിദ് അഹമ്മദ് കുട്ടെ, അദ്നാൻ ഷാഫി ദർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മൂന്നാമത്തെയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തിരച്ചിലിനെത്തിയ സൈന്യത്തിന് നേരെ ഭീകരർ വെടിവെക്കുകയും തിരിച്ചടിയിൽ 3 കൊല്ലപ്പെടുകയുമായിരുന്നു. തിരുവനന്തപുരം നന്ദൻകോട് മാതാപിതാക്കളെയും സഹോദരിയെയും അടക്കം 4 പേരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കേഡൽ ജീൻസൺ രാജയ്ക്ക് 12 വർഷം കഠിന തടവും പിന്നാലെ ജീവപര്യന്തവും 15 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും വധശിക്ഷ വിധിക്കണമെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദം തള്ളിയാണ് 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ വിഷ്ണു ശിക്ഷ വിധിച്ചത്. അതേസമയം ജീവപര്യന്തം ശിക്ഷയ്ക്ക് മുൻപായി 12 വർഷം കഠിന തടവ് അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. തെളിവ് നശിപ്പിക്കൽ, വീട് അഗ്നിക്കിരയാക്കൽ എന്നീ വകുപ്പുകളിലുള്ള ശിക്ഷാ കാലയളവാണിത്. കൊലപാതകങ്ങൾക്കുള്ള ജീവപര്യന്തം തടവ് അതിനുശേഷമായിരിക്കും ആരംഭിക്കുക. 2017 ഏപ്രിലിൽ നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ടിൽ റിട്ടയർഡ് പ്രൊഫസർ രാജ തങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കാരലിൻ, ബന്ധു ലളിത എന്നിവരെയാണ് രാജ ജീൻ ദമ്പതികളുടെ മകൻ കേഡൽ കൊലപ്പെടുത്തിയത്. CBSE 10-12 ക്ലാസ് പരീക്ഷയിൽ വിജയശതമാനത്തിൽ വർധന. 12ാം ക്ലാസ്സിൽ ഈ വർഷം 88.39% വിജയം. കഴിഞ്ഞ വർഷം 87.98%. CBSE 10-12 ക്ലാസുകളിൽ ജില്ലയിലെ സ്കൂളുകൾക്ക് മിന്നും ജയം. മിക്ക സ്കൂളുകളും ഇരു പരീക്ഷകളിലും 100% വിജയം നേടി. എല്ലാ വിഷയങ്ങൾക്കും A1, A2 ഗ്രേഡ് നേടിയ കുട്ടികളും ഒട്ടേറെ. തെരുവുനായ ആക്രമണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കെ വാക്സിനേഷനും വന്ധീകരണ ശസ്ത്രക്രിയയ്ക്കുമായി തെരുവുനായ്ക്കളെ പിടികൂടാൻ കോർപ്പറേഷനിലുള്ളത് 4 പേർ മാത്രം. കഴിഞ്ഞ മാസത്തെ ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് നായപിടുത്തം പേരിനു മാത്രം. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ പിടികൂടാൻ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 150 പേർക്ക് പരിശീലനം നൽകിയെങ്കിലും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന വന്ധീകരണ ശസ്ത്രക്രിയ നിർത്തലാക്കിയതോടെ ഇരുവരും മറ്റു ജോലികൾ തേടിപ്പോയി. ഫലത്തിൽ ജില്ലയിൽ തെരുവുനായ്ക്കളുടെ വാക്സിനേഷനും വന്ധീകരണവും നിശ്ചലമായി. രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിച്ച ബൂത്ത് ലെവൽ ഏജന്റുമാരിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിച്ച് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്ന സംവിധാനം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചു. സംസ്ഥാനത്താകെ 25,464 പോളിംഗ് ബൂത്തുകൾ കേന്ദ്രീകരിച്ച് 27,000-ൽ പരം ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. വോട്ടർമാരുടെ പേര് നീക്കം ചെയ്യുകയോ ചേർക്കുകയോ സ്ഥലം മാറ്റുകയോ ചെയ്യുന്ന നടപടികൾക്കാണ് ഇവരുടെ സഹായം. കേരള ഗവർണറായി 5 മാസത്തിനകം രാജേന്ദ്ര അർലേക്കർ കേരളത്തിലെ വോട്ടറായി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഗവർണർക്ക് പുതിയ വോട്ടർ തിരിച്ചറിയൽ കാർഡ് കൈമാറി. ഗോവ സ്വദേശിയായ രാജേന്ദ്ര അർലേക്കറെ ബീഹാർ ഗവർണറായിരിക്കെയാണ് ജനുവരിയിൽ കേരളത്തിലേക്ക് നിയമിച്ചത്. KPCC പുനർസംഘടനയ്ക്ക് പിന്നാലെ DCC അഴിച്ചുപണിക്ക് കോൺഗ്രസ്. പുതിയ KPCC നേതൃത്വം ഇന്നലെ AICC നേതാക്കളുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ച നടന്നു. മാറ്റം ആവശ്യമുള്ള ജില്ലകളിൽ പുനർസംഘടന നടത്തുന്നതിനുള്ള ചുമതല KPCC നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നൽകി. ഇന്ത്യ-പാകിസ്ഥാൻ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ കാശ്മീരിന്റെ മിക്ക ഭാഗങ്ങളിലും സ്കൂളുകളും കോളേജുകളും തുറന്നു. എന്നാൽ കുപ്വാര, ബാരമുല്ല, ഗുസേര തുടങ്ങിയ അതിർത്തി മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൽക്കാലം അടഞ്ഞുകിടക്കും. പാക് ഷെല്ലാക്രമണത്തിൽ സ്കൂൾ കെട്ടിടങ്ങൾ, വീടുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കുണ്ടായ നാശനഷ്ടം വിലയിരുത്തിയ ശേഷമേ ഇവ തുറക്കൂ. 100 കണക്കിന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നതിനാൽ വിദ്യാർത്ഥികളും സ്ഥലത്തില്ല. US-ൽ സൗദിയുടെ വൻ നിക്ഷേപം. വിവിധ വികസന പദ്ധതികൾക്കായി US-ൽ $60,000 കോടി നിക്ഷേപിക്കാൻ സൗദി തീരുമാനിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശനത്തിലാണ് സുപ്രധാന തീരുമാനം. $14,200 കോടി പ്രതിരോധ കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. US സഹകരണത്തിൽ 500 മെഗാവാട്ട് ശേഷിയുള്ള ഡേറ്റാ സെന്റർ സൗദിയിൽ ആരംഭിക്കാനും ധാരണയായി. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലെ സഹകരണത്തിനും US-ന്റെ AI ചിപ്പുകൾ സൗദിക്ക് നൽകും. ബ്രിട്ടന്റെ പുതിയ കുടിയേറ്റ നയം.
UK സർക്കാർ പരിഗണിക്കുന്ന പുതിയ കുടിയേറ്റ നയം നടപ്പിലാക്കിയാൽ ഏറ്റവുമധികം ബാധിക്കുക ഇന്ത്യക്കാരെയാകുമെന്ന് വിലയിരുത്തൽ. കുടിയേറ്റ നിയന്ത്രണം ലക്ഷ്യമിട്ടുള്ള ധവളപത്രം കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിൽ നിർദ്ദേശിക്കുന്ന പുതിയ പഠന റൂട്ട് ഉൾപ്പെടെയുള്ളവ ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകും. UK-യിൽ 5 വർഷമെങ്കിലും താമസിച്ചവർക്ക് പൗരത്വമെന്ന മാനദണ്ഡം മാറി 10 വർഷമാക്കുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് നിലവിലുള്ളത്. ഉയർന്ന ഇംഗ്ലീഷ് മാനദണ്ഡങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ സമർപ്പിച്ച കണക്കനുസരിച്ച് കഴിഞ്ഞ നവംബറിൽ 1,36,921 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് UK-യിൽ പഠിക്കുന്നത്. 2022-23 അക്കാദമിക് വർഷത്തിൽ ഇത് 1,73,190 ആയിരുന്നു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം ആൻഡമാൻ കടൽ, ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിലെ ചില മേഖലകളിൽ എത്തിച്ചേർന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. IPL മെയ് 17 പുനരാരംഭിക്കും. ഫൈനൽ ജൂൺ 3. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.